കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയെന്ന പരാതിയിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം. അഡീഷണൽ എസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ എസ്പി വൈഭവ് സക്സേന നിർദ്ദേശം നൽകി. കലാരാജുവിനെ CPM കടത്തിക്കൊണ്ടുപോയതിൽ ഡിവൈഎസ്പി കൂട്ടുനിന്നെന്ന് പരാതി ഉയർന്നിരുന്നു. എസ് ശരൺ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ശരൺ, ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ നുമായി ബന്ധപ്പെട്ടും പരാതി ഉയരുന്നുണ്ട്. അത്തരത്തിൽ അന്വേഷണത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അതായത് കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം നടക്കുന്ന സമയത്ത് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലീസ് സംഘം അവിടേക്ക് എത്തിയത്. ഇതിനിടയിലാണ് അവിടേക്ക് എത്തിയ കലാരാജുവിനെ CPM കടത്തിക്കൊണ്ട് പോയിരുന്നത്. ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ടും പോലീസ് ഇടപെട്ടില്ല, കൂട്ടുനിന്നു. അതായത് മൂവാറ്റുപുഴ DVSP കൂട്ടുനിന്നു എന്നുള്ള പരാതിയാണ് പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കോൺഗ്രസ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയെല്ലാം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ DVSPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച്, അതായത് ഇത്തരത്തിൽ CPM കലാരാജുവിനെ കടത്തിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടും കൂട്ടുനിന്നു എന്നുള്ള പരാതിയിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഡീഷണൽ എസ്പിയോടും ഒപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് DVSPയോടുമാണ് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് SP അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. 6 CPM നേതാക്കൾ ഉൾപ്പെടുത്തി. അതായത് 6 CPM നേതാക്കൾക്ക് പുറമെ അറിയാവുന്ന 45 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. പ്രധാനമായും തട്ടിക്കൊണ്ടുപോയതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി സ്ത്രീത്വത്തെ അവമാനിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ കലാരാജുവിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോൾ ആ വകുപ്പുകൾ കൂടി ചുമത്തുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ DVSPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി ശരൺ.